വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി, അയ്യേ, ഇവനായിരുന്നു കഷ്ടം. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ആ മഹമ്മൂദിനെ തല അങ്ങ് മാറ്റിച്ചേക്ക്, അല്ലെങ്കിൽ വേണ്ട അവന്റെ തൊപ്പി അങ്ങ് തെറിപ്പിച്ചേക്ക്. ആനന്ദേ, നമ്മുടെ ചിന്നുവിന്റെ പുറകെ ഒരുത്ത് നടപ്പുണ്ട്, നീ അതൊന്ന് അന്വേഷിക്കണം. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഇവിടെ പൊന്ന മാറി, നീ ബിജുവേട്ടന്റെ കത്തിമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതാ. നിന്റെ ദേഹത്ത് മണ്ണ് പറ്റാൻ നോക്കടാ. അമ്പോ കണ്ട രോമൊക്കെ എണീറ്റ് നിന്ന് പുഷപ്പടിക്കണം. വന്ന് അടുത്ത കോമഡി. താൻ പിന്നെയും വന്നോ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? തന്നോട് ഞാൻ പറഞ്ഞതാണ്. തനിക്ക് എന്റെ ഫാമിലിയെ കുറിച്ച് അറിയോ? അറിയാലോ. എന്തറിയാന്ന്? ഇത് കടിക്കോ? ആ ചെലപ്പോ. എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്നല്ലേ തന്നോട് പറഞ്ഞേ? ഇഷ്ടപ്പെട്ടു പോയി. തന്റെ മരമൂന്ന് കണ്ട ആരാ തന്നെ സ്നേഹിക്കുന്നേ? എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടു പോയി. ഒന്ന് മാറിയേ വാമനെ, 3.5 അടി ഒരടി തീർന്നത് ഭാഗ്യം. തനിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? നീ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ ചിത്രങ്ങൾ യൂട്യൂബിൽ ഇന്റർനെറ്റിലൊക്കെ പരക്കും. നിനക്ക് തീരുമാനിക്കാം. നീ എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അവൈലബിൾ. അത് ശരി, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് വേഷവും കിട്ടും. അയച്ചു വിടറാനെ, നിനക്കൊന്നും എന്നെ അറിയില്ല. നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല. ശരിക്കും ആരാ നിങ്ങൾ? അതല്ലേ പറഞ്ഞ അറിയത്തില്ലെന്ന്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാലിട്ടല്ലോ. ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്നു. നിന്നെ അഴിച്ചു വിടണോ വേണ്ടെന്നേ ഈ വരുന്ന ആള് തീരുമാനിക്കും. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. അതേതാടാ അവതാരം? ആരാണ് അയാൾ? അയാൾ ആരാണ്? അയ്യടാ, നീയായിരുന്നോ മയിലാളി? ആലോലാതെ. നിങ്ങൾ ആരാ? നിങ്ങളെ പേരെന്താ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇവിടുത്തെ ഒരു പീക്ക് പിള്ളേർക്ക് പോലെ തന്നെ അറിയാം. അണ്ണൻ, ആറാട്ടണ്ണൻ. അങ്ങേപ്പറ്റി കേട്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ, ഒരു കാര്യമില്ല നിന്നെ പിടിച്ച് 2 ഇടിയിടുന്നു. നിങ്ങൾ സെക്സിയാണ്, ഹോട്ടാണ്, മാസാണ്, ക്ലാഷാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ ആറാടുകയാണ്. എന്താ നമ്പർ ഡയലോഗടാ, ഇതിൽ ഞാനായിരുന്നു. എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്.